കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി ഭക്ഷ്യവിഷബാധയുടെ കേസുമായിട്ട് വന്നു. എവിടെയോ ദൂര പ്രദേശത്തേക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയത്. അവിടെ നിന്നൊന്നും ഭക്ഷണം കഴിച്ചില്ല. ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലിൽ തന്നെ എത്തണം എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരേറ്റവും ഇഷ്ടപ്പെടുന്ന നാട്ടിലൊക്കെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ളൊരു ഹോട്ടലിൽ പോയി തന്നെ അവർ ഭക്ഷണം കഴിച്ചു. അവസാനം കഴിച്ചു വന്നപ്പോഴേക്ക് 18 പേര് പോയാൽ 18 പേർക്കും വയറ് കുളമായി. വയറിളക്കം, ഛർദി, ചിലർക്ക് പനി, ഇതെല്ലാം കൂടിയുമായി. അത് കഴിഞ്ഞ ദിവസം വീണ്ടും ഇവർ വേറെ ഏതോ റിലേറ്റീവ് ഇതേ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചവരോട് ചോദിച്ചപ്പം അവർക്കും ഇതേ കംപ്ലൈൻറ്റ് ഉണ്ടായി. ഹോട്ടലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ആരെയും നമുക്ക് കളിയാക്കിയോ ഒരാളുടെ ബിസിനസ് മേഖല തകർക്കുകയോ എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. എപ്പോഴും നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പൂർണ്ണ ശ്രദ്ധ വേണം. ഒരു സർജറി ചെയ്യുമ്പോൾ കാണിക്കുന്ന അതേ ശ്രദ്ധ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലും എല്ലാവരും കൈവരിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള അപായങ്ങളുണ്ടാവും. ഫുഡ് പോയ്സണിങ് എന്ന് പറയും. നമുക്കറിയാം, ഓരോ ഭക്ഷണം ഉണ്ടാക്കാൻ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. ഇപ്പോൾ മയോനസ് എന്ന് പറയുന്ന സംഭവം, പണ്ടൊരു ഹോട്ടലിൽ കയറിയപ്പം അവരെനിക്ക് മയോനസ് ഇതിലാണ് തരുന്നത്. എന്തിൽ? നമ്മൾ കെച്ചപ്പൊക്കെ ഉണ്ടാക്കി വരുന്ന പോലെ തരികയാണ്. തീർച്ചയായിട്ടും മൈനസ് ഇത്ര സമയം കഴിഞ്ഞാൽ അത് കേടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. അവിടെ ചിലപ്പോൾ നല്ല തണുത്ത മൊയ്യനസാണ് എനിക്ക് തന്നത്. നല്ല തണുത്തതാണ് തന്നത്. വളരെ കറക്റ്റാണത്. ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത് എടുത്തിട്ട് ഇത്ര സമയത്തിനുള്ളിൽ അത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിലേക്ക് അണുബാധ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് തന്നെ ഈ നിയമങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ചെക്ക് ചെയ്യാൻ പറ്റും. ഹോട്ടലുകാരൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ വളരെ പ്രിഷ്യസ് ആയിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇവരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം, ഒരു ബിസിനസ്സിൻ്റെ ഒരു മേഖല തകർന്നറിയാൻ ചിലപ്പോൾ ഒരു നിമിഷത്തെ അശ്രദ്ധ മതിയാവും. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് തന്നെ വേറൊരു പേഷ്യൻ്റ് വന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഒരു പോലീസ് ഇൻസ്പെക്ടർ അങ്ങണ്ട അവരൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോൾ വെള്ളക്കൊഞ്ച് ഛർദ്ദി വന്നു. ഇവർ ആ ഹോട്ടലിൽ പോയി പ്രശ്നമാക്കിയപ്പോൾ എന്താണ്, ഈ ഹോട്ടലിൻ്റെ മുതലാളിനോട് ആർക്കുണ്ടായ പ്രശ്നമാണ്, തൊഴിലാളിക്കുണ്ടായ പ്രശ്നത്തിൽ ഇവരുണ്ടാക്കിയ ഭക്ഷണത്തിൽ വിമ്മ് കലക്കി കൊടുത്താണത്രേ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ, ഇതുപോലുള്ള സാഹചര്യങ്ങൾ തടയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഉണ്ടാവണം. ഏതായാലും ഞാൻ പറഞ്ഞു, ഏതായാലും ഭക്ഷ്യവിഷബാധയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞതാണ്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഏറ്റവും സേഫായിരിക്കണം. അപ്പോൾ ആ ഒരു ഫാമിലി എത്രയോ ദൂരം യാത്ര ചെയ്തിട്ടും അവിടെ നിന്നൊന്നും കഴിക്കാതെ ഇവർ വിശ്വസിക്കുന്ന ഒരു ഹോട്ടലിൽ പോയി മാത്രമൊക്കെ കഴിച്ചത് എന്തുകൊണ്ടാണ്? അവരതിൽ വിശ്വസിച്ചുകൊണ്ടാണ്. ആ സേഫ്റ്റി ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. ആ ഒരു കഥ അവിടുന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഈ പേഷ്യൻ്റ് അവിടെ വന്ന് അവർ പറയല്ലോ, ഡോക്ടറോട് ഇന്ന ഹോട്ടലിൽ പോയി കഴിച്ച് ഇന്ന പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് തന്നെ പലരും പറയണം, ഓ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഇതേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതൊരു സാമൂഹികമായിട്ട് വ്യാപിക്കുന്ന രീതിയിലേക്ക് പടർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ അല്ലേ, എത്രയോ നാളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത വിശ്വാസമാണ് ഇല്ലാതായി പോവുക. മനസ്സിലായില്ലേ? ഓരോ ആൾക്ക് കൊടുക്കുന്ന ഭക്ഷണവും പൂർണ്ണ സേഫാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുകയാണെങ്കിലും കല്യാണത്തിൽ നിന്ന് കൊടുക്കുകയാണെങ്കിലും എന്തെന്ന് കൊടുക്കുകയാണെങ്കിൽ, കല്യാണത്തിൽ നിന്നൊക്കെ എത്രയോ ആൾക്കാർക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഫുഡ് പോയ്സണിങ് അടിച്ച് വന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് പറയാൻ കാരണം, ഓരോ വ്യക്തി കൊടുക്കുന്ന ഭക്ഷണവും വളരെ, ഇപ്പോൾ ഒരു സ്വർണം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ പരിശുദ്ധമായിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഫുഡ് പോയ്സണിങ് ഉണ്ടാകുന്നത്? ഒരു ഭക്ഷണത്തിലേക്ക് അതിൽ മലിനമാക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവാൻ കാരണം എന്തുകൊണ്ടാണ്? ചില ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടാവാം. ഈ കൊളൈ, സാൽമണല്ല, പിന്നെ അതുപോലത്തെ ഒരുപാട് കണ്ടാമിനേഷൻ, ചിലപ്പോൾ ചില വൈറസുകൾ, ചില ഭക്ഷണത്തിലേക്ക് ചില ടോക്സിനുകൾ, പിന്നെ ആ ഫുഡിലുണ്ടാകുന്ന വേസ്റ്റുകൾ, ഇതെല്ലാം കൂടിയും ഭക്ഷണത്തെ അഴുക്കുള്ളതാക്കുമ്പോഴാണ് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോഴേക്ക് എന്താവും, ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയിട്ടാണ് എന്തുണ്ടാകുന്നത്, ഇതുപോലുള്ള ഫുഡ് പോയ്സണിങ് ഉണ്ടാകുന്നത്. ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയും. വയറിൽ മോൾ ഭാഗത്തും താഴത്തെ ഭാഗത്തും കൂടിയും അണുബാധ ബാധിക്കുമാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. അടിഭാഗത്ത് മാത്രമാണ് എൻട്രൈറ്റിസ് ആയിരിക്കും, മുകളിലാണ് ഗ്യാസ്ട്രൈറ്റിസ് ആയിരിക്കും. അവിടെ വരുന്ന ഇൻഫെക്ഷനാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളെ കാണിക്കുക? തീർച്ചയായിട്ടും വയറിലേക്ക് ഇത് ചെന്ന് കഴിഞ്ഞാൽ ഓക്കാനം വരാം, ഛർദി വരാം, വയറിളക്കം വരാം, വയറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉരുണ്ടു മറിയുന്ന സാഹചര്യം വരാം, ശക്തമായിട്ടുള്ള പനി വരാം, ശാരീരിക വേദനകളായിട്ടൊക്കെ വരാം. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് പോയിട്ട് എവിടുന്നോ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ ആ ഒരു പരിസരമൊക്കെ ഒന്ന് നോക്കണം. നമ്മൾ വൃത്തിയുള്ളതാണോ വൃത്തിയില്ലാത്തതാണോ? ചില ഹോട്ടലിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്, വളരെ വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളായിരിക്കും. ഈ സാഹചര്യങ്ങൾ നമ്മളൊന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കണം.
കഴിഞ്ഞ ദിവസം ഒരു മാഷ് പറഞ്ഞു ആൾ പാർസൽ വരുത്തിച്ചു ഒരു ഹോട്ടലിൽ നിന്ന്. അപ്പോൾ പാർസൽ വരുത്തിച്ച് കഴിക്കുമ്പം അതിനെന്തോ ഒരു മണത്തിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞു, പാർസൽ എടുത്തിട്ട് വിളിച്ചു പറഞ്ഞു, അവരിൽ നിന്ന് ആൾക്കാർ വന്നു, ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഫുഡ് സേഫ്റ്റി ഓഫീസറെ വിളിച്ച് വരുത്തിയിട്ട് പറഞ്ഞു ഇത് മണ്ണുണ്ടോ. അപ്പം ഫുഡ് സേഫ്റ്റി ഓഫീസർ നിങ്ങളിത് കൈകൊണ്ട് തൊട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. തൊടാതപ്പോൾ ഞാൻ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ തൊട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം തൊടാതെ അറിയില്ലല്ലോ. അപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ബാക്ടീരിയ വന്നിട്ടുണ്ടാവും, അതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടാമിനേറ്റഡ് കാണിക്കുമെന്ന് പറഞ്ഞു. എപ്പോഴും നമ്മളിപ്പോൾ ആ മാഷ് മണത്ത് നോക്കിയതുകൊണ്ടാണ് അറിയാൻ പറ്റിയത്. പണ്ടൊരിക്കൽ ഞാനിങ്ങനെ കോഴിക്കോട്ടൂടെ പോകുന്ന സമയത്ത് ഒരു എന്തോ ഒരു സംഭവം വാങ്ങി. അപ്പോൾ അത് നോക്കിയപ്പം ആ കോഴിക്കാഷ്ടത്തിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. നമ്മൾ പക്ഷെ അത് കഴിച്ചില്ല, പൈസ കൊടുത്ത് പോവുകയും ചെയ്തു. അവർ പറഞ്ഞു ഇത് കുഴപ്പമില്ല, അതിൻ്റെ സ്മെല്ലാണ്, പക്ഷെ അത് കഴിച്ചില്ല. പക്ഷേ ഈ മണത്ത് നോക്കിയാൽ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, ഇതിൽ അഴുക്കുള്ളതാണെങ്കിൽ അത് വൃത്തികെട്ട മണമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് മണത്ത് നോക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും റീഹീറ്റ് ചെയ്ത ഭക്ഷണങ്ങളും കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. ഇനി വീട്ടിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഭക്ഷ്യവസ്തുക്കളും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫ്രിഡ്ജിൻ്റെ പ്രോപ്പറായ സ്ഥലത്ത് തന്നെ വെക്കണം. ഇപ്പോൾ മീറ്റ് വെക്കേണ്ടത്, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വെക്കേണ്ടത്, അതിനൊക്കെ അതിൻ്റെതായ പ്രോപ്പർ സ്പേസിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഭക്ഷ്യവസ്തുക്കളുമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കൈകളും ആ യൂട്ടൻസിൽസൊക്കെ ശരിയായ രീതിയിൽ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഭക്ഷണം പാചകം ചെയ്യുമ്പം ആ യഥാർത്ഥ ടെമ്പറേച്ചറിൽ തന്നെ പാചകം ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അവർ തീർച്ചയായിട്ടും അവരെ ഹോട്ടലിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഓരോ സ്റ്റാഫിൻ്റെ ഹൈജീൻ നോക്കണം. ഹൈജീൻ ശരിക്കും ശ്രദ്ധിക്കണം. അവിടുത്തെ കിച്ചൻ്റെ ഹൈജീൻ നോക്കണം. അത് അതിൻ്റെ ഓണറുടെ ബാധ്യതയാണ്. ശരിക്കും കിച്ചണിലേക്കും ഒരു CCTV ക്യാമറ ഒക്കെ വെച്ചിട്ട് എപ്പോഴും ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി നോക്കണം. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കണ്ടതാണ്, ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പം വീഡിയോ പകർത്തിയിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ചിലപ്പോൾ അവരുടെ അജ്ഞാത കൊണ്ടൊരു സ്റ്റാഫ് അത് ചെയ്താലും നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് ഇതിൻ്റെ ഓണർക്കായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പിന്നെ യഥാർത്ഥ രീതിയിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നതും യഥാർത്ഥ രീതിയിൽ തന്നെയാണ് അത് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളതും റെസ്റ്റോറൻറ്റിൻ്റെ ഓണേഴ്സ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഓരോ ഫുഡും വെക്കേണ്ടടുത്ത് അത് വെക്കണം, അല്ലെങ്കിൽ ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഒരു വെജിറ്റേറിയൻ ഭക്ഷണം വെക്കുന്നിടത്തേക്ക് നോൺ വെജ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും അംശങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഫുഡ് പോയ്സണിങ് ചിലപ്പോൾ അങ്ങനെ നോർമലായിട്ട് തന്നെ അങ്ങ് മാറിപ്പോവും. 2 ദിവസത്തിലേറെ നിൽക്കുകയാണ്, ശക്തമായ പനിയൊക്കെ ഉണ്ട്, പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുക. പിന്നെ ഡീഹൈഡ്രേഷൻ വരുന്നത് തടയണം. നിർജ്ജലീകരണത്തിൻ്റെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ എപ്പോഴും ഫുഡ് പോയ്സണിങ് ശ്രദ്ധിക്കണം. നിർജ്ജലീകരണം വരാതിരിക്കണമെങ്കിൽ നമ്മൾ എത്രമാത്രം വയറ്റിൽ നിന്ന് പോകുന്നോ ചതച്ച് വന്നോ അതിനേക്കാൾ ഏറെ നമ്മുടെ ശരീരത്തിലേക്ക് വീണ്ടും ഭക്ഷ്യവസ്തുക്കൾ എത്തുകയാണ് വേണ്ടത്. ജലാംശം എത്തണം. ORS വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ലൈൻ മരുന്നാണ്. പലപ്പോഴും ഈ ORS കഴിക്കുന്ന കാര്യത്തിലും പലരും അനാസ്ഥയാണ്. ഇതൊരു മെയിൻ ലൈൻ മരുന്നാണ്. ഇത് നിർജ്ജലീകരണം തടയാനുള്ളതൊന്നും പലർക്കും ധാരണയില്ലെന്നാണ്. അതും ശ്രദ്ധിക്കണം. ഓക്കെ, എന്തായാലും ഫുഡ് പോയ്സണിനെ കുറിച്ചും ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഏതാണ്ട് മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ, ബൈ.